ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ പനിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ടൗണിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൊന്ന് കാണിച്ചിട്ട് വന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സന്തോഷമാണ്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എൻ്റെ എന്താ പറയുക ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നത് എൻ്റെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി പോയതിനെ കുറിച്ചൊക്കെ. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ വീഡിയോ പോയ കാര്യങ്ങളൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രം ഞാൻ പറയാട്ടോ. പിന്നെ ഞാൻ കുറേ നാൾ വീഡിയോ ഇടാതായപ്പം എൻ്റെ ഒരുപാട് കൂട്ടുകാർ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്കൊരു 10 പേര് അന്വേഷിച്ചാലും ഒരുപാട് കൂട്ടുകാരാണ്. അവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് എന്നുള്ളത്. എന്നാലും നമ്മളെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാനും കുറച്ചൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഞാനെപ്പോഴും കരുതുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് എഫർട്ട് എടുത്തിട്ട് നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ കാണാൻ ആൾക്കാർ കുറവായിരിക്കും. പക്ഷേ എന്താണ് പിന്നെ ഈ ഫാമിലി ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരാണല്ലേ. നമ്മളെ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാനാണ്. ഇപ്പം കുറേ നാളായിട്ട് ഞാൻ കുറേ നമ്മളെ ഷാജിയുടെ വീഡിയോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു നജില ഷാന് ഇപ്പം അവരാണ് ഫാമിലി ഇഷ്യൂസ് മുഴുവനും ഇട്ടിട്ട് അവർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വ്യൂസ് കയറിക്കൊണ്ടിരിക്കും. അതല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവരെ ഇങ്ങനെ ഒരാൾ എടുത്ത് പറയണല്ലോ. ഇപ്പം നമ്മുടെ സജ്ജിനാടെ അങ്ങനെ ഫിറോസിൻ്റെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് മൊത്തത്തിൽ എപ്പോഴും വൈറലായി പോകുന്നത്. സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ പിന്നെ കിച്ചൺ വ്ളോഗും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ ആരും ഇല്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മൊത്തത്തിലുള്ള കാര്യമാണ്. ഒരുപാട് നമ്മളെ ഫാമിലി വ്ളോഗൊക്കെ ഇപ്പം തീരെ വ്യൂസ് ഇല്ലാതെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു കണ്ടന്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഫാമിലി ഇഷ്യൂസ് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറയുന്നവർക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അങ്ങനെ ഞാൻ അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ അറിയാതിരിക്കും. ഇനി എന്ത് വന്നു കഴിഞ്ഞാലും വീഡിയോ പിന്നെ വൈറലായിട്ടില്ലെങ്കിലും നമ്മൾക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും ഫാമിലി ഇഷ്യൂസ് പറയുന്നതിനോട് എനിക്ക് താല്പര്യം കുറവാണ്. കാരണം എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാവുമല്ലേ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ. അതൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കിൽ വന്ന് പിന്നെ വിളമ്പുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുന്നവർക്ക് ഒരു സുഖമായിരിക്കും, അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇല്ലേ നമ്മളെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം ഒരു പക്ഷെ കുറച്ച് പൈസ കിട്ടും, കുറേ കാര്യങ്ങൾ കിട്ടും, വൈറലായി പോവും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മളെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി ഇല്ലാതാവും. പിന്നെ എൻ്റെ മക്കളൊക്കെ വളർന്നതാണ്, വലിയ മക്കളാണ്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യാത്തത്. അവർ പറയുന്ന കരുതിയിട്ട് മാത്രമൊന്നുമല്ല. പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിലയും ഇല്ലാതാവും, നമുക്ക് നാണക്കേടല്ലേ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാത്തത്. എന്നാലും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നല്ല നല്ല വീഡിയോസൊന്നും കാണാൻ ആൾക്കാരില്ല. ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. അത് എന്തായിരിക്കും സാധാരണ നമ്മളെ മലയാളികൾ ഒരു കാര്യം തന്നെയാണല്ലേ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അന്ന് മറ്റുള്ളവരുടെ ആ വീഡിയോ കണ്ട് സന്തോഷിക്കാനുള്ളൊരു മനസ്സല്ലേ, അതാണ്. ഞാനിതിപ്പോൾ ആരും കുറ്റം പറയല്ല, എന്നാലും എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇന്ന് തോന്നുന്നില്ല, മുമ്പേ നമ്മുടെ ഷാജിയുടെ ഇഷ്യൂസ് ഇല്ലേ, അവർ ഇങ്ങനെ പിന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടും, നമ്മൾ ഒരുപാട് കമൻസ് ഇടുക, അങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക, എന്നിട്ടും എല്ലാവരും കയറി കാണും. പക്ഷെ അതിനെക്കൊണ്ട് എനിക്ക് എന്താണ് എല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നത് കാണാൻ ആൾക്കാരും ഇല്ല. എൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ നല്ല നല്ല വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കിച്ചൺ വ്ളോഗും കുക്കിംഗ് വ്ളോഗും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും ആരും കാണലില്ല. എന്നാലും അത്യാവശ്യം പെരുന്നാൾ വ്ളോഗ് അങ്ങനെ റമളാനിലുള്ള വ്ളോഗൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും തീരെ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. എൻ്റെത് കാരണം ഞാൻ ഇടുന്ന കണക്കിന് എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോസ് തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നായിട്ട് പറയാനില്ല. എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി, എന്നിട്ടൊരു വ്ളോഗ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടാ. ഇനിയിപ്പോൾ ഇത് എത്ര ആൾ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഷോർട്സ് ഇടുമ്പം 2000-3000 ആൾക്കാർ കാണുന്നു എന്ന് പറഞ്ഞിട്ട്
നമ്മളെ ലോങ് വീഡിയോ അല്ലെങ്കിൽ തന്നെ ആൾക്കാർ കാണല് കുറേ ഷോർട്സ് കാണുന്ന അത്രയും ലോങ് കാണില്ല. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന അതിലിടയ്ക്ക് ലോങ് കയറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു 5-10 ആൾക്കാർ കാണുമല്ലോ, അവരോടാണ് കേട്ടോ എൻ്റെ ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള കൂട്ടുകാരിക്കൊന്ന് സഹകരിക്കുക കേട്ടോ. കാരണം ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല, ഞാനിങ്ങനെ വീഡിയോസ് ഇട്ട് പോകാറാണ്. ഇപ്പം പക്ഷെ എൻ്റെ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടത് കാരണം എനിക്കിങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൂടിയാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താ, നിങ്ങൾ എന്നോട് പിന്നെ കുറേ കൂട്ടുകാർ മുമ്പൊക്കെ ചോദിക്കലുണ്ട്, നിങ്ങൾ കിച്ചണിലെ കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടിട്ട് എന്തിനാ, നിങ്ങൾ പിന്നെ കുക്കിംഗ് ചെയ്യുന്ന കണ്ടിട്ട് എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വീഡിയോസൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പുറത്ത് പോയിട്ട് കാര്യങ്ങളും വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പോയ ചാനലൊക്കെ മൊത്തം പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു. പിന്നെ വയ്യാതായി വീട്ടിൽ തന്നെ ഇരിപ്പാൻ, പിന്നെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്, കുക്കിംഗ് വ്ളോഗും അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ഞാൻ വീട്ടിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തലില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടം കുറവാണ്. പക്ഷെ ഞാൻ ഇടുന്നതിനോട് വലിയ താല്പര്യക്കുറവില്ല. പക്ഷെ അവരൊന്നും വീഡിയോയിൽ അങ്ങനെ വരാറില്ല കേട്ടോ, ആരും തന്നെ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എൻ്റെ മോനാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത്. പിന്നെ അതങ്ങനെ അങ്ങനെ നമ്മൾ പഠിച്ച് വന്നത്. പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചതൊന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാ രീതിയിലുള്ള നല്ല നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന 2-3 തരത്തിലുള്ള നമ്മുടെ എന്നാ പറയുക ബീറ്റാപ്പിലും അതുപോലെ തന്നെ കുറച്ച് അങ്ങനെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളെ അറിയുള്ളൂ. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം എഡിറ്റിംഗ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഷോർട്സിലുള്ള നല്ല ഒരു ഇപ്പോഴെല്ലാവരും ഇടുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ ചെയ്യണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് നാളില്ലേ, കഴിഞ്ഞൊരു 3-4 മാസം വീഡിയോ ഇടാൻ ടൈമേ ഉണ്ടായിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഷംറി ഇല്ലേനും ഖത്തറിൽ പോയിരുന്നു. പിന്നെ എൻ്റെ മക്കളെ കാര്യമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം മക്കൾ എത്ര ആളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഷംറി എന്നൊക്കെ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം. ഷംറി ഖത്തറിൽ പോയ ടൈമിൽ ആദ്യം എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ സ്കൂളിലയക്കലും എക്സാമിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം പെട്ടെന്ന് കടന്നു പോയിട്ടാ, വീഡിയോ ഇടാനുള്ള ടൈമില്ലാതെ. പിന്നെ ഇപ്പോൾ ഷംറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ടൈമുണ്ട്. ആദ്യം ഞാൻ ഷംറി നോക്കുമല്ലോ എൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ, അങ്ങനെ കൂടുതൽ പണികളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കിതൊരു ഫാഷനും കൂടിയാണ്. നമ്മുടെ ഒരു വരുമാന മാർഗം മാത്രമായിട്ടല്ല കേട്ടോ കാണുന്നത്, എനിക്കൊരു ഫാഷനും കൂടിയാണ്. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ ഒരു 5-6 വർഷം 2019 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അന്ന് തൊട്ടേ ഒരുപാട് ചാനൽ പോയും വന്നുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഭയങ്കരമായിട്ട് എനിക്കത് ഇല്ലാതെ ഒരു ഭയങ്കര വിഷമമാണ് കേട്ടോ. അത് വീഡിയോ ചെയ്തിട്ട് എന്തോ ഒരു ഇപ്പോഴും എൻ്റെ ചാനൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ വിഷമം തോന്നും. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇടുന്ന സമയത്ത്. ഒരുപാട് എന്താ പറയുക, നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. പിന്നെ അസുഖമൊക്കെ വന്ന് കിടപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് കേട്ടോ, ഈ റമദാനിക്കല്ല, അതിൻ്റെ മുമ്പ് റമദാനിൽ ആ സമയത്തൊക്കെ ഒരുപാട് കൂട്ടുകാരെന്നെ വിളിക്കും, ചോദിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നല്ലാതെ പിന്നെ കമൻസ് ഇടാണെങ്കിൽ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ഒന്നും അവർക്ക് പോകുന്നുണ്ടാവില്ല. കാരണം ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇടുന്നില്ല. ഇത് എങ്ങനെയാവും എന്തോ എനിക്കറിയില്ല ഈ വീഡിയോ. എന്നാലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചു, കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ എല്ലാവർക്കും, അത് ഞാനൊരു കുറ്റമായിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ. ഞാനിങ്ങനെ കണ്ടുവരുന്നത്, ഞാനിങ്ങനെ വീഡിയോ യൂട്യൂബ് നമ്മൾ തുറക്കുമ്പം തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. എല്ലാവരും അതിനിടയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടാവും, കാണരുത് കേട്ടോ, കാണരുത്, നിങ്ങളാരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ എല്ലാവരും കാണുന്നുണ്ടാവും. കാണണം, എല്ലാവരും വീഡിയോയും കാണണം, കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെപ്പോലുള്ള പാവങ്ങളായ ഫാമിലി വ്ളോഗേഴ്സിനെയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ല, വീഡിയോ ഇടുന്നയാളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സിലു ടോക്സൊക്കെ മുമ്പ് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പം തീരെ കുറവല്ലേ, അവരെ മുമ്പത്തത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും കാണാനായിട്ട് അവർ നല്ലൊരു, എനിക്കിഷ്ടമുള്ളൊരു വ്ളോഗറാണ് കേട്ടോ അത്. കാരണം അവർ ആ മക്കളെ കൊണ്ടുപോകുന്നതും മക്കളെ നോക്കുന്നതും ആ ഫാമിലിയെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതും എല്ലാം കൂടി ഒരുമിച്ച് പോകണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, ഇത്രയുള്ള ഒരുപാട് ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.